സർ, ഈ നന്ദി പ്രമേയത്തെ പറയൂ നന്ദി പ്രമേയത്തെ ഞാൻ പിന്താങ്ങുകയാണ് സർ. ഒപ്പം നന്ദി പ്രമേയത്തിനാസ്പദമായ നയപ്രഖ്യാപനം പൂർണ്ണമായും പ്രസംഗിക്കാനുള്ള മാന്യതയും മര്യാദയും കാണിച്ച ഗവർണറോടുള്ള നന്ദിയും കൂടി ഞാൻ അറിയിക്കുകയാണ് സർ. ഇപ്പം ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തിലൂടെ ഈ സഭയിൽ മുഴങ്ങിക്കേട്ടത് കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും സ്പിരിറ്റ് ലോബിയുടെ ശബ്ദമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. അദ്ദേഹം അതിൽ ചോദിച്ചു, ഇവിടെ ടെൻഡർ ഗവൺമെന്റ് വിളിച്ചോ എന്ന്. ആരെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ അപേക്ഷ തരുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളും നിയമങ്ങളും പരിശോധിച്ച് യോഗ്യമാണെങ്കിൽ അംഗീകാരം നൽകുക എന്നൊരു സ്ഥിതിയും നിയമപരമായ സാഹചര്യവും ഉള്ളപ്പോൾ അതിനെന്തിനാണ് സാർ ഗവൺമെന്റ് ടെൻഡർ വിളിക്കുന്നത്? ഈ സാമാന്യ പരിജ്ഞാനം ഒന്നുമില്ലാതെ, ഈ സാമാന്യ പരിജ്ഞാനം പോലും ഇല്ലെങ്കിൽ ഉണ്ടായിട്ടും മറച്ചു വെച്ച് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമല്ലേ അത്തരം ചോദ്യങ്ങളിലൂടെ? അതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് ഏത് പുതിയ സംരംഭം വന്നാലും അതിനെയെല്ലാം എതിർക്കാൻ വഴിപാട് പോലെ അതിൻ്റെ ഭാഗമായി അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ഒരു രീതിയിലേക്ക് പ്രതിപക്ഷം അധപതിച്ചിരിക്കുന്നു സാർ. ഇവർ മുമ്പ് കെ ഫോണിന്റെ കാര്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചു, ഹൈക്കോടതിയിൽ പോയി. AI ക്യാമറയുടെ കാര്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചു, കോടതിയിൽ പോയി. എന്തായി സാർ അതിൻ്റെയൊക്കെ സ്ഥിതി ഇപ്പോൾ? എന്തിന് കെ ഫോണുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസ് ഹൈക്കോടതി ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോടടക്കം പറഞ്ഞു, ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും. എന്തുകൊണ്ടാ സാർ സമീപിക്കാതിരുന്നത്? അപ്പൊ ഈ നിലയിൽ ഈ ഗവൺമെന്റിനെയും ഈ സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം എന്നുള്ളതിനപ്പുറം ഈ ആരോപണങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലാതെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇനി ആരാണിതൊക്കെ ഉന്നയിക്കുന്നത്? ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാ. കോട്ടയം ജില്ലയുടെ ആസ്ഥാനമായ കോട്ടയം നഗരസഭയിൽ 20 കൊല്ലമായി UDFന്റെ ഒരു ഭരണസമിതിയാണ് ഭരിക്കുന്നത്. ആ ഭരണസമിതി 211 കോടി രൂപയുടെ ക്രമക്കേട് കാണിച്ചു എന്ന വാർത്തകൾ ഓഡിറ്റ് വിഭാഗം കണ്ടുപിടിച്ചതിനെ മൂടിവെച്ചും തമസ്കരിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്തിന് ജാമ്യഹർജി കൊടുത്തിട്ട് ഒളിവിൽ പോയ ഒരു MLA കൂടെ നിർത്തിക്കൊണ്ടാണ് വയനാട് വിഷയങ്ങളിലെ ബാങ്ക് കുംഭകോണം, ബാങ്ക് നിയമന അഴിമതി അടക്കം നിലനിൽക്കുമ്പോഴാണ് ഇവർ ഇത്തരം പുകമറയുമായി മുന്നോട്ട് വരുന്നതും ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്നലെയോ മിനിങ്ങാന്നുമാണ് വയനാട് DCC ഓഫീസിൽ DCC പ്രസിഡന്റിനെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പിന് പോയത്. ആ സ്ഥിതിയുള്ള കോൺഗ്രസ് ആണ് ഇപ്പോൾ പറയുന്നത്. എന്തിനാ കർണാടകത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കരാറുകാരൻ ആത്മഹത്യ ചെയ്തു. ആ കരാറുകാരൻ ആത്മഹത്യ കുറിപ്പ് എന്താണെന്ന് അറിയാമോ? AICCയുടെ പ്രസിഡന്റ് ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ, അദ്ദേഹം കർണാടകത്തിലെ മന്ത്രിയാ. ആ മന്ത്രി എന്നോട് കോടിക്കണക്കിന് രൂപ അഴിമതിപ്പണം ആവശ്യപ്പെട്ടുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നു, എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് AICC പ്രസിഡന്റിന്റെ മകനെതിരെ വരെ ആരോപണം ഉന്നയിക്കപ്പെട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് സാർ ഇവിടെയുള്ളത്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്ന് നീതി ആയോഗ് കണ്ടെത്തിയിട്ടുണ്ട് സാർ. നീതി ആയോഗിന്റെ സ്കോർ അനുസരിച്ച് കേരളം ഒന്നാം പിണറായി സർക്കാർ 75 സ്കോറെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ അത് 79. ഇത് മുന്നോട്ട് കുതിക്കുകയാണ് സാർ. രണ്ടാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് 52 ഉള്ളൂ സ്കോർ. ആ നിലയിൽ ഈ ഗവൺമെന്റ് എത്രയോ നേട്ടങ്ങൾ, സമീപകാലത്ത് നടന്ന സ്കൂൾ യുവജനോത്സവം, ഇപ്പോൾ പരിസമാപ്തി കുറിച്ച ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം, ഇതൊക്കെ എത്ര മികച്ച രീതിയിലാണ് സാർ ഈ ഗവൺമെന്റ് നേതൃത്വം നൽകി കൈകാര്യം ചെയ്തത്. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ, പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, പൊതു ആരോഗ്യ രംഗത്തിന്റെ കാര്യത്തിൽ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് കെ ഫോൺ നടപ്പിലാക്കിയതടക്കം 70 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതടക്കം 1,80,000 പേർക്ക് ഇതിനോടകം ഈ സംസ്ഥാനത്ത് പട്ടയം നൽകിയതടക്കം എത്രയോ വലിയ നേട്ടങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്താൻ പര്യാപ്തമായ നിലയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഈ സംസ്ഥാനത്ത് റോഡുകൾ
ഏറ്റവും മനോഹരമായിട്ടില്ലേ സാർ? ഈ സംസ്ഥാനത്താകെയുള്ള പൊതുമരാമത്ത് റോഡുകളിൽ പകുതിയിലധികവും BMVC ആയി മാറിയത് ഈ സർക്കാരിന്റെ കാലത്തല്ലേ സാർ? എൻ്റെ മണ്ഡലത്തിൽ ഏതാണ്ട് 600 കിലോമീറ്ററോളം PWD റോഡ് ഉള്ളതിൽ 95% റോഡുകളും ഇന്ന് ഏറ്റവും മികച്ച രീതിയിൽ അതിൽ 10 BMVC ആക്കാൻ കഴിഞ്ഞു സാർ. നമ്മുടെ ബഹുമാന്യനായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മുഖം പോലെ സുന്ദരമാണ് സാർ ഈ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം റോഡുകളും. അപൂർവം റോഡുകൾ മാത്രം പ്രതിപക്ഷ നേതാവ് ഡയസിനെയും ഭരണകക്ഷിയെയും നോക്കി ആക്രോശിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ മുഖസ്ഥിതിയിൽ അപൂർവം റോഡുകൾ മാത്രമാണുള്ളതെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതുപോലെ തന്നെ എത്രയോ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഈ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ ഗതാഗത രംഗത്തും മറ്റെല്ലാ അടിസ്ഥാന വികസന രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇവിടെ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ ആക്രമിച്ചുകൊണ്ട് ഉള്ളൊരു സമീപനം പ്രതിപക്ഷം എടുക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഒരു വാചകമുണ്ട് സാർ, ഇടയനെ അടിക്കുക ആടുകൾ ചിതറും. ഈ ബൈബിൾ വാക്യത്തിന്റെ ഒരു രീതിയിലാണ് പ്രതിപക്ഷവും BJPയും കേന്ദ്ര ഗവൺമെന്റും എല്ലാം ചേർന്നുകൊണ്ട് ഈ സർക്കാരിനെ ആക്രമിക്കുകയും ഈ മുഖ്യമന്ത്രിയെ എതിർക്കുകയും ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഞാൻ തോന്നിയിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി ഈ സർക്കാരിൽ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നതിനുള്ള സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക. ഏറ്റവും ഒടുവിലായി വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് ആ ഭേദഗതി വേണ്ടെന്ന് വയ്ക്കാനുള്ള വലിയ മനസ്സ് കാണിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വനം മന്ത്രി അടക്കമുള്ള ആളുകളെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മുമ്പ് പവർ സ്റ്റോണിന്റെ വിഷയം വന്നപ്പോഴും പരിസ്ഥിതി ദുർബല പ്രദേശമായ ജനവാസ മേഖലകളെ പ്രഖ്യാപിക്കുന്ന കാര്യം വന്നപ്പോഴും റബ്ബർ ഇൻസെന്റീവ് സ്കീം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം വന്നപ്പോഴും കോട്ടയത്ത് റബ്ബർ പാർക്ക് സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലും ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച ഒരു ഗവൺമെന്റാണ് ഇവിടെയുള്ളതെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ട് ആരെങ്കിലും മനക്കോട്ട കെട്ടുന്നുണ്ടെങ്കിൽ ആ മനക്കോട്ടകൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആണ് എന്ന് സൂചിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. വയലാറിന്റെ പ്രസിദ്ധമായ കവിതയിൽ പറയുന്നത് പോലെ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന്റെ ഇനിയും മുന്നോട്ടുള്ള മാർഗം മുടക്കുവാൻ UDFും BJPയും കേന്ദ്ര ഏജൻസികളും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളും എല്ലാം ചേർന്നുള്ള മഴവിൽ സഖ്യത്തിന് കഴിയില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി നയപ്രഖ്യാപന നന്ദി പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു സർ.